بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 206 ഇൻഷിറാഹ് സൂറത്താണ് എടുക്കുന്നത്. ഇൻഷിറാഹ് സൂറത്ത് എന്ന് പറഞ്ഞാൽ അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്ത്. ഇത് മക്കയിൽ അവതരിച്ചതാണ്. ഇതിൽ ആകെ 8 ആയത്തുകളേ ഉള്ളൂ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സംബന്ധിച്ച്, നബിയുടെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. നബിക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ, അള്ളാഹു നബിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തിൻ്റെ ഒറ്റവാക്ക് അർത്ഥവും വിശദീകരണവും ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ فإذا فرغت فانصب وإلى ربك فارغب. 8 ആയത്തുകൾ. ഈ 8 ആയത്തുകളിൽ അലം നശ്റഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പറയാം. അതിൻ്റെ ഒറ്റവാക്കർത്ഥം നശ്റഹ്. ഷറഹ എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക. ഷറഹ് എഴുതാന്നൊക്കെ കേട്ടിട്ടില്ലേ? കിതാബുകൾക്ക് ഷറഹ് എഴുതാന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം എഴുതാന്ന്. അപ്പൊ ലം നശ്റഹ് എന്ന് പറഞ്ഞാൽ അലം നശ്റഹ്. ആ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനാണ്, ഇസ്തിഫാം എന്ന് പറയുന്നത്. ലം നശ്റഹ് നമ്മൾ വിശാലമാക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അലം നശ്റഹ് നാം വിശാലമാക്കിയിട്ടില്ലേ സദ്റക നിന്റെ നെഞ്ചിനെ, അല്ലെങ്കിൽ ഹൃദയത്തെ. നെഞ്ചിനെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വാക്കർത്ഥം അങ്ങനെയാണെങ്കിൽ പോലും അത് നെഞ്ച് വിശാലമാവില്ല, ഹൃദയം വിശാലമാവലാണ്. ഹൃദയത്തിന് എന്നുള്ള ഈ അവസ്ഥയിൽ നിന്ന് കുറെ വീതി കൂടുക, നീളം കൂടുക, അല്ലെങ്കിൽ അതിൻ്റെ വിശാലത അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയ വിശാലത എന്ന് നമ്മൾ സാധാരണ പറയും. അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിലാണ് വിശാലത കൂടുക. നല്ല ഹൃദയമാണ് എന്നൊക്കെ ഒരാളെ സംബന്ധിച്ച് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാമെന്ത്? ഹൃദയശുദ്ധി ഉള്ളവനാണ്, വിശാലതയുള്ളവനാണ്. അതല്ലെങ്കിൽ നല്ല സുദീർഘമായ വിശേഷണങ്ങളുടെ ആളാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ അലം നശ്റഹ് നമ്മൾ വിശാലമാക്കിയിട്ടില്ലേ ലക്ക നിനക്ക് വിശാലമാക്കി തന്നില്ലേ സദ്റക നിന്റെ ഹൃദയത്തെ എന്ന് പറഞ്ഞാൽ ഖദ് ശറഹ്നാ ലക യാ മുഹമ്മദ്. അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അല്ലാഹു പറയാണ്, നാം വിശാലമാക്കി തന്നു. തീർച്ചയായിട്ടും ഖദ് ശറഹ്നാ ലക നമ്മൾ നിനക്ക് വിശാലമാക്കി തന്നു. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സദ്റക നിന്റെ ഹൃദയത്തെ, ഖൽബക ഖൽബിനെ. എന്തുകൊണ്ട് വിശാലമാക്കി? ബിൽ ഹുദ സന്മാർഗം കൊണ്ടും, വൽ ഈമാനി വിശ്വാസം കൊണ്ടും, വ നൂറുൽ ഖുർആനി ഖുർആനിന്റെ പ്രകാശം കൊണ്ടും. അപ്പോൾ നൂറുൽ ഖുർആൻ ഖുർആനിന്റെ പ്രകാശം, ഈമാൻ, പിന്നെ ഹുദ സന്മാർഗം. അങ്ങനെ 2-3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്.
വേറൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എന്ന്. അള്ളാഹു തആല ആർക്കെങ്കിലും ഖൈർ നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തെ വിശാലമാക്കും. സദ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയം തന്നെ അർത്ഥം. ഹൃദയത്തെ വിശാലമാക്കും ലിൽ ഇസ്ലാമി, ഇസ്ലാമിന്. ഇസ്ലാമിലൂടെ അവന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കും. അല്ലാഹു ആർക്കെങ്കിലും ഖൈർ നൽകുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ ഖൈറായ വിധത്തിൽ ജീവിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ ഹൃദയത്തെ വിശാലമാക്കും. അപ്പോൾ വിശാലമായ ഹൃദയമുള്ള ഒരാൾക്കുള്ള ഗുണഗണങ്ങളെല്ലാം അവനിൽ ഉണ്ടാവും. ക്രൂര ഹൃദയമാവില്ല, വളരെ സൽസ്വഭാവമുള്ള ഹൃദയവും പ്രവർത്തനവുമാവും അവൻ്റെ. അപ്പൊ അതാണ് ഈ ആയത്തിൽ പറഞ്ഞു. എന്നാണ് ആയത്ത്. അപ്പോ ഈ ഷറഹ് സദ്ർ എന്ന് പറഞ്ഞത് ഇബ്നു കസീറിന്റെ അഭിപ്രായം നവ്വറനാഹു, ആ ഹൃദയത്തിനെ നാം പ്രകാശിപ്പിച്ചു. ഇബ്നു കസീർ എന്ന് പറഞ്ഞ വലിയ മുഫസ്സിറാണ്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഞാൻ എടുത്തു പറയാം. നവ്വറനാഹു, നമ്മൾ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. ജഅൽനാഹു ഫസീഹൻ വസിയൻ, വളരെ വിശാലമുള്ളതുമാക്കി തീർത്തു. മാത്രമല്ല ജഅല ശറഅഹു ഫസീഹൻ, അദ്ദേഹത്തിന്റെ ശറഇനെ ഫസീഹാക്കി, വിശാലമാക്കി. ശറഅ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീഅത്ത്, മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദാനം ചെയ്ത മാർഗമുണ്ടല്ലോ, ആ മാർഗത്തെ വിശാലമാക്കി, അത് സഹിലാക്കി, എളുപ്പമുള്ളതാക്കി. അതിൽ യാതൊരു പ്രയാസവുമില്ല. അതിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്ക് അതിൽ യാതൊരു പ്രയാസമോ അടങ്ങലോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത നിലക്കാക്കി തീർത്തു എന്നൊക്കെയാണ് അതിന്റെ ആശയം എന്നാ ഇബ്നു കസീർ പറയുന്നത്. പിന്നെ അബൂ ഹയ്യാന്റെ ഇതനുസരിച്ച് ഷറഹ് സദ്ർ എന്ന് പറഞ്ഞാൽ ഹൃദയവിശാലത എന്ന് പറഞ്ഞാൽ ഉദ്ദേശം തൻവീറു, അതിനെ പ്രകാശിപ്പിക്കുക, ബിൽ ഹിക്മത്തി വ തൗസീഉഹു, അതിനെ വിശാലമാക്കുകയും ചെയ്യാൽ തലഖീ മാ യൂഹാ ഇലൈഹി, അല്ലാഹു തആല അദ്ദേഹത്തിന് വഹി നൽകുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ, ഉൾക്കൊള്ളാൻ എളുപ്പമുള്ള വിധത്തിലാക്കി തീർക്കുക നബിയുടെ ഹൃദയം എന്നാണ്. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമുണ്ട്, ഷഖ്ഖ് സദ്രിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീറി മുറിച്ച് അതിൽ നിന്നൊരു രക്തക്കെട്ട് നീക്കി, പിശാചിന്റെ അംശം നീക്കിക്കളഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചെറുപ്രായത്തിൽ നടന്നൊരു സംഭവമാണ്. കുട്ടികളുമായിട്ട് കളിക്കുന്ന സന്ദർഭത്തിൽ ഹലീമ ബീവിയുടെ അടുത്ത് മുല കുടിച്ചു വളരുന്ന സമയത്ത് കുട്ടികളുമായി കളിക്കുന്ന ആ വേളയിൽ രണ്ടാള് വന്ന് ഇങ്ങനെ ഹൃദയം പിടിച്ചു കൊണ്ടുപോയി റസൂലിനെ, എന്നിട്ട് നെഞ്ച് കീറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വായത്തിലോ മറ്റൊക്കെ കേട്ട് കാണും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നെഞ്ചു കീറി അതിൽ നിന്ന് പിശാചിന്റെ അംശം നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ചരിത്രമുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള സൂചനയായിട്ട് പറഞ്ഞതാണ് എന്നുണ്ട്. നശ്റഹ് സദ്റക. പിന്നെ വദഅനാക വിസ്റക, നിന്റെ ഭാരം നിന്നിൽ നിന്ന് നാം ഇറക്കി വെച്ചു. വദഅന, നമ്മൾ ഇറക്കി വെച്ചു. ഒരു സ്ഥലത്ത് എന്തെങ്കിലും സാധനം വെക്കുന്നതിന് പറയും വദഅന. വദഅന, നമ്മൾ ഇറക്കി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഇറക്കി വെച്ചു. അങ്ക, നിന്നിൽ നിന്ന്, വിസ്റക, നിന്റെ ഭാരത്തെ അല്ലെങ്കിൽ നിന്റെ പാപത്തെ ഇറക്കി വെച്ചു. വിസ്ർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച വിസ്ർ എന്ന് പറയുന്നത്.
അത് അതിനിറക്കി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ അള്ളാഹുത്താല പുറത്തു കൊടുത്തു. നബി പ്രവർത്തിച്ച കാര്യങ്ങൾ പുറത്തു കൊടുക്കാൻ മാത്രമുള്ള തെറ്റുകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. എല്ലാ പാപങ്ങളും അല്ലാഹു തആല റസൂലിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ ആശയം. അത് വേറൊരു ആയത്തിന്റെ ഒരു കഷ്ണമാണ്. മുമ്പ് ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പാപം എന്ന് പറഞ്ഞാൽ അൽ മുറാദ് ബിദുനൂബ്. ദുനൂബ് എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ച ലൈസൽ മആസി വല്ലാസാം, അത് കുറ്റകൃത്യങ്ങളല്ല. റസൂല് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് അതിൽ നിന്ന് ധ്വനി വരുന്നത്. പക്ഷേ കുറ്റകൃത്യങ്ങളല്ല ദുനൂബ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്? കാരണം റസൂൽ പ്രവാചകന്മാർ മഅസൂമിങ്ങളാണ്. തെറ്റുകളിൽ നിന്ന് അല്ലാഹു അവരെ കാത്തിട്ടുണ്ട്. അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് അപ്പോൾ ഇവിടെ റസൂലിനെ സംബന്ധിച്ച് ദണ്ഡിക്ക എന്ന് പറഞ്ഞത്, നീ മുമ്പ് ചെയ്ത പാപങ്ങളും ഇനി ചെയ്യാൻ വരാനിരിക്കുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ അതും എല്ലാം പുറത്തു തന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ദുനൂബ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളല്ല. പിന്നെന്താണ്? ലാക്കിൻ ഫഅലഹു അലൈഹിസ്സലാം ബിജ്തിഹാദി, നബിയുടെ ഇജ്തിഹാദ് കൊണ്ട് നബി ചെയ്ത ചില കാര്യങ്ങൾ. നബി ഇജ്തിഹാദ് സ്വന്തം ഗവേഷണം ചെയ്തിട്ട് നബി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ആ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് നബി ചെയ്ത കാര്യങ്ങൾ പിന്നെ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിഖുകൾക്ക് സമ്മതം കൊടുക്കേണ്ടായി. അവര് വന്നിട്ട് നബിയോട് യുദ്ധത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അതിന് ശരിയായ കാരണമുണ്ട്, പ്രവാചകരെ എന്നുള്ളത് പറഞ്ഞപ്പോൾ അത് നബി അവർക്ക് സമ്മതം കൊടുത്തു, വരേണ്ടതില്ല നിങ്ങൾ എന്നുള്ളത്. അപ്പൊ ആ ചെയ്തതിനെ സംബന്ധിച്ച് അത് നബി സ്വന്തം ഗവേഷണത്തിൽ ചെയ്തതാണ്. അപ്പോ അത് ശരിയല്ല എന്നുള്ളത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഉപദേശിക്കുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം അതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഉദാഹരണത്തിന് ചിലത് എടുത്തു പറയാണ് ഞാൻ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആഴ്മ വന്നു എന്ന് പറഞ്ഞില്ലേ? കണ്ണ് കാണാത്ത ഒരു അന്ധൻ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലിംനി മിമ്മ അല്ലമക്കല്ല യാ റസൂലല്ലാഹ്, അല്ലിംനി മിമ്മ അല്ലമക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂല് അപ്പോ ഒന്ന് മുഖം ചുളിച്ചു. അബസവത്തവല്ല അൻജാഅഹുൽ അഅമ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ ആ സൂറത്ത്. നബി മുഖം ചുളിച്ചു. ആ അന്ധൻ, ആ കുരുടൻ നബിയുടെ അടുത്ത് വന്നപ്പോൾ നബിക്ക് അങ്ങനെ മുഖം ചുളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ അതൊരു നബി ചെയ്ത മറ്റൊരു കാര്യമാണ്. പിന്നെ ബദറിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട ആളുകളെ പ്രായശ്ചിത്തം വാങ്ങിയിട്ട് വിട്ടയക്കുക, അതും നബിയുടെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ട് ചെയ്തതാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നബിയുടെ ഗവേഷണം കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നബി ചെയ്തത്, ഈ ചെയ്തതിനെ സംബന്ധിച്ച് നബിയുടെ ചിന്താഗതി എന്താ? അത് വലിയൊരു വിഷമത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വദഅന അൻക വിസ്റക എന്ന് പറഞ്ഞാൽ നബി ചെയ്ത ആ തെറ്റുകള് അത് നിന്നിൽ നിന്ന് ഇറക്കി വെച്ചു, അല്ലെങ്കിൽ ആ ഭാരത്തെ നിന്നിൽ നിന്ന് ഇറക്കി വെച്ചു എന്നല്ല പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങള് നബിക്ക് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അതിന് അള്ളാഹു ആക്ഷേപ സ്വരത്തിൽ നബിയെ താക്കീത് ചെയ്യുകയും ചെയ്ത സന്ദർഭങ്ങളെ സംബന്ധിച്ച് നബിക്ക് വലിയ വേവലാതി ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ എന്ന് പറഞ്ഞത്. അവിടെ ദോഷം ചെയ്തിട്ടല്ല. അപ്പൊ ഇത്
വലിയൊരു ഭാരമായിട്ട്, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, തെറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇത് വയ്യ സക്കീലത്തും എന്താകും, പ്രവാചകന്മാരുടെ അടുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ദോഷമായിട്ടാണ് ആര് ഗണിക്കുക? പ്രവാചകന്മാർ ഗണിക്കുക. ഹസനാത്തുൽ അബ്റാറി സയ്യാത്തുൽ മുഖർറബീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തത്വം നമ്മൾ പറയാറുണ്ട്. അബ്റാർ ചെയ്യുന്ന ഹസനാത്തൊക്കെ സയ്യാത്തുൽ മുഖർറബീനാണ്. മുഖർറബീങ്ങളുടെ അടുക്കൽ അത് തെറ്റായ കാര്യങ്ങളാണ്, ദോഷമുള്ളതാണ് എന്നാണ്. അത് നല്ല കാര്യങ്ങളാവും അബ്റാറിന്റെ അടുക്കൽ. അബ്റാർ എന്ന് പറഞ്ഞാൽ അബ്റാർ മുഖർറബി എന്നൊക്കെ പറയുന്നത് ഓരോ തസ്തികയാണ്, സജ്ജനങ്ങളുടെ ഓരോ തസ്തികയാണ്. സാലിഹീങ്ങള്, അബ്റാറുകള്, മുത്തഖീങ്ങള്, പിന്നെ മുഖർറബീങ്ങള്, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആളുകള്. അബ്റാറിനേക്കാൾ മുന്തിയ ദർജയിലുള്ളവരാണ് പിന്നെ മുഖർറബീങ്ങൾ, അള്ളാഹുമായിട്ട് അടുത്ത. അപ്പൊ ഈ മുഖർറബീങ്ങളുടെ അടുക്കല് സാധാരണ ഒരു നല്ല കാര്യം എന്ന് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് വളരെയധികം തെറ്റുള്ള കാര്യങ്ങളായിട്ടാണ് അവര് ഗണിക്കുക. നമ്മൾ ഗണിക്കുന്നതല്ല, നമ്മളത് തെറ്റായിട്ടൊന്നും ഗണിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു റുത്ബയിൽ എത്തിയതല്ല. അപ്പോ അവര് ഗണിക്കില്ല. അതാണ് അതിന്റെ പേരിലാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്. അതൊക്കെ തെറ്റാണെങ്കിൽ പോലും, തെറ്റാണെന്ന് ലഭിക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇനി പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് വളയന അങ്ക വിസ്രക്ക, നിന്റെ തെറ്റുകളെ അള്ളാഹു തആല ഭാരത്തെ ഇറക്കി വെച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ വേറൊരു ഹദീസിലുണ്ട്, ഇന്നൽ മൂമിന യറാദുനൂബഹു കൽ ജബലി യഖഉ അലൈഹി വൽ മുനാഫിഖു യറാദുനൂബഹു ദുനൂബഹു കൽ സുബാബത്തി തതീറു ഫൗക അൻഫിഹി. അതായത് ഒരു മൂമിന് കാണുന്നത് അവൻ ചെയ്ത തെറ്റുകളെ മല പോലെ കാണാം. ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മല പോലെയാണ് കാണുക. അത് ആ മല അവന്റെ മേൽ വീഴാൻ പോകുന്നു എന്ന നിലയിൽ അവൻ കാണും. എന്നാൽ ഒരു മുനാഫിക്ക് അതേപോലെയുള്ള ഒരു തെറ്റ് ഒരു മുനാഫിക്ക് ചെയ്തതാണെങ്കിൽ അവൻ എന്താ കാണും? എങ്ങനെ കാണും അതിനെ? ഒരു ഈർച്ച അവന്റെ മൂക്കത്ത് പറന്നു വന്നിരിക്കുക, അതുപോലെ അവൻ കാണുള്ളൂ. അപ്പോ രണ്ടുപേരും ചെയ്ത തെറ്റ് ഒന്നായിരിക്കും, തെറ്റായിട്ട് ഗണിക്കുന്ന ആ കാര്യം ഒന്നായിരിക്കും. പക്ഷെ ഒരു മൂമിനാണെങ്കിൽ അതൊരു മല പോലെ അവന് പ്രയാസം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹസനാത്തുൽ അബ്റാറി സയ്യാത്തുൽ മുഖർറബീൻ എന്ന് പറഞ്ഞത്. പുണ്യവാന്മാർക്ക് ചെയ്ത നല്ല ചില കാര്യങ്ങള് അത് മുഖർറബീങ്ങൾക്ക് വളരെ തെറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോ അവരുടെ ആ ഋതുബ അനുസരിച്ചാണ് അതിന് മാറ്റം. വലിയാക്കൾ അങ്ങനെയുള്ള ഋതുബുള്ള ആളുകളുണ്ട്. അല്ലതി അങ്കല ലഹറക്ക, അപ്പോ വലായന അങ്ക വിസറക്ക അല്ലതി അങ്കല ലഹറക്ക. അല്ലതി ഇങ്ങനെയുള്ള വിസറാണ് അങ്കല, അത് നിന്റെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്കല ലഹറക്ക, നിന്റെ മുതുകിന്. അങ്കല എന്ന് പറഞ്ഞാല് നഖീല് എന്ന് പറഞ്ഞാൽ ഇങ്കാദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ജ്ഞാന? ഇങ്കാദ് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിയ ഭാരം ഉണ്ടല്ലോ. ഈ ഭാരം അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സൗണ്ട് വരും, ആ ഭാരത്തിൽ നിന്ന്. അതാണ് ഈ ഇങ്കാദ് എന്ന് പറഞ്ഞാൽ അസ്ലിയായ മാന. അന്നഖീലുഹു സൗത്തുല്ലദി യുസ്മഉ മിനൽ മഹ്മൽ മുഹമ്മൽ ഫൗക ലഹരിൽ ബഈരി മിൻ ഷിദ്ദത്തിൽ ഹംദ്. ഭാരം ശക്തി കൂടിയ ഒരു ഭാരമാണ്. വലിയ കനമുള്ള ഒരു ഭാരം വെച്ച് കെട്ടിയിട്ടുണ്ട് ഒട്ടകത്തിന്റെ പുറത്ത്. അതിൽ നിന്ന് അത് നടക്കുമ്പോൾ വരുന്ന ശബ്ദത്തിനാണ് ഇങ്കാദ് എന്ന് പറയും. അപ്പൊ ഈ മുതുകിനെ അത് ഇങ്ങനെ ഈ ഭാരം വരുമ്പോൾ അതിന്റെ ഭാരത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ ശബ്ദം പുറപ്പെടുന്നത്. അപ്പോ അതാണ് മുതുകിനെ ഞെരിച്ചു കളയുന്ന അർത്ഥം നമ്മൾ പറഞ്ഞത്. അല്ലതി അങ്കല ലഹറക്ക്, എങ്ങനെയുള്ള വിസറാണ് അങ്കല ലഹറക്ക്, അല്ലെങ്കിൽ ഭാരമാണ് നിന്റെ മുതുകിനെ അത് ഞെരിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർക്കും തോറും നബിക്ക് അതിൽ
വിഷമുണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. ആ കുരുടൻ വന്ന സമയത്ത് റസൂല് മുഖം ചൊളിച്ചത് അതിന് ശരിയായ കാരണമുണ്ട്. റസൂല് അവിടെയുള്ള നേതാക്കന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കാൻ കണ്ടറിയാൻ കഴിവില്ലാത്ത ഒരു കുരുടൻ അവിടെ വന്നിട്ട് റസൂലിന്റെ ഒരു സഹാബിയാണ്, അല്ലിന്നീ യാ റസൂലല്ലാ മിമ്മ അല്ലമക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ കുറച്ച് എനിക്ക് പഠിപ്പിച്ചു തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഹൃദയശുദ്ധിയോട് കൂടിയാണ് അയാൾ വന്നത്. അദ്ദേഹത്തെ നിങ്ങൾ മുഖം ചൊളിച്ച് പറഞ്ഞായിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് റസൂല് അള്ളാഹു തആല ആക്ഷേപിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട് റസൂലിന്. അതാണ് റസൂലിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ ഭാരം എന്ന് പറഞ്ഞത്. അപ്പോ 4 ആയത്തുകൾ നിന്റെ യശസ് നാം ഉയർത്തി എന്നാണ്. റഫഅന നമ്മൾ ഉയർത്തി, ലക്ക നിനക്ക്, ദിക്റക നിന്റെ യശസ് ഉയർത്തി. നിന്നെ സംബന്ധിച്ച് പറയുന്ന എവിടെയും നിന്നെ പറ്റി പറയാം. അള്ളാഹുവിനെ പറയുമ്പോൾ ഉടനെ റസൂലിനെ പറയാം. പിന്നെ ഇതെങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങൾ ദുന്യാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നു. റഫഅന ശഅനക നിങ്ങളെ സംബന്ധിച്ചുള്ള ആ സ്ഥാനം നമ്മൾ ഉയർത്തി. മഖാമക ഫിദ്ദുനിയ വൽ ആഖിറ ദുന്യാവിലും ആഖിറത്തിലും. വജഅൽന സ്മക നിന്റെ പേരിനെ നാം ആക്കി മക്റൂനം ബിസ്മി എന്റെ പേരിനോട് ചേർത്തുകൊണ്ട് അതിനെ പറയപ്പെടുന്നതാക്കി. ആരാ പറയുന്ന? അല്ലാഹു തആല പറയാ ജഅൽന ഇസ്മക മക്റൂനം ബിസ്മി എന്റെ പേരിനോട് ചേർത്ത് പറയാം. എവിടെയാണത്? എല്ലാ സ്ഥലത്തും. ലാ ഉദ്കറു ഇല്ലാ ദുഃഖിർത്തമായി എന്നെ പറ്റി പറയപ്പെടുന്നത് നിന്നെ പറയാതെ എന്റെ മാത്രം പേര് പറയുന്നില്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലിനെ പറ്റി പറയാത്ത ഒരിടവുമില്ല. പിന്നെ റഫഅല്ലാഹു ദിക്റഹു ഫിദ്ദുനിയ വൽ ആഖിറ. അപ്പൊ അവിടെ ഒരു പിന്നെ ഏതൊരു സ്ഥാനത്തും അള്ളാഹുവിനെ പറഞ്ഞാൽ റസൂലിനെ പറയും. ഫലൈസ ഖതീബുൻ വലാ മുതശഹിദുൻ വലാ സാഹിബു സലാത്തിൻ ഇല്ലാ യുനാദി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാങ്കിൽ നമ്മൾ പറയുന്നു. ബാങ്ക് എത്ര ബാങ്കാണ് ലോകത്തിന്റെ റസൂല് ഈ ലോകത്ത് വന്നേടം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ എത്ര പള്ളികളിൽ എത്ര ബാങ്കുകളാണ് നടക്കുന്നത്, ഇഖാമത്തുകൾ നടക്കുന്നു. അത് തന്നെ ഓരോ ഗ്രാമത്തിനും ഇത് നടക്കുന്നു. ലോകം ഒട്ടാകെ ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ 2 പ്രാവശ്യം അതാണ് ബാങ്കിൽ അത് പറയുന്നുണ്ട്. ഇഖാമത്ത് നിസ്കരിക്കാനായി കഴിഞ്ഞാൽ പറയുന്നുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നതിന്റെ ഇത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു സ്ഥലത്തും ഒഴിവില്ല. മുസ്ലിങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ല. അവിടെ അവർക്ക് നമസ്കരിക്കാനും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനും പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നവരും എല്ലാവരും ഇതിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക. തന്നെയല്ല ഷഹാദത്ത് കലിമയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തെ ഷഹാദയുണ്ട്. അപ്പോ അവിടെയും ഇത് പറയപ്പെടും. പിന്നെ ഇങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും റസൂലിനെ പറയുന്നു. ഒരു ബുക്ക് എഴുതുന്നവൻ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് സ്വലാത്തും സലാമും നബിയുടെ മേലുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു ബുക്ക് എഴുതുന്നവൻ, ഒരു വാത് പറയുന്നവൻ, എല്ലാ നിലയിലും അവരെല്ലാവരും ഈ നിലക്ക് ചെയ്യുന്നു. അപ്പോൾ നബിയെ പറ്റി പറയാത്ത ഒരു രംഗമില്ല. ദുന്യാവിൽ ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിലാണ് നബിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്, ധാരാളം സ്ഥലങ്ങളിൽ. അപ്പോ റഫഅന ലക ദിക്റക
ഇനി ബാക്കിയുള്ള ആയത്തുകൾ 4 ആയത്തുകളും കൂടി ഉണ്ട്. ഇത് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.